പാലക്കാട് പട്ടാമ്പി കുപ്പത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ കവർന്ന് മുങ്ങിയ ജീവനക്കാരൻ പിടിയിൽ. കോട്ടയം സ്വദേശി രാജേഷ് കുമാറിനെയാണ് കുപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുപ്പത്തെ ബജറ്റ് സൂപ്പർമാർക്കറ്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്ത് വരികയായിരുന്നു ഇയാൾ. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സ്ഥാപനത്തിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ച് ഇയാൾ നാടുവിട്ടത്. വിവിധ ജില്ലകളിൽ രാജേഷിനെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എം വിഷ്ണു ഉണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ ഇയാൾ പിടിയിലാകുമ്പോൾ എങ്ങനെയായിരുന്നു പോലീസിന്റെ വലവിരിക്കൽ നടന്നത്? ഹരി, ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഈ കൊപ്പത്ത് വ്യാപാര സ്ഥാപനത്തിൽ ബജറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ കവർച്ച നടക്കുന്നത്. അത് പെട്ടെന്നുള്ള ഒരു കവർച്ചയല്ല. കുറച്ചു കാലങ്ങളായി ഇദ്ദേഹം, ഈ രാജേഷ് എന്ന് പറയുന്ന ആള് കോട്ടയം സ്വദേശിയാണ്, ഈ പ്രതി ഇവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങളായി സ്വരൂപിച്ച കവർന്ന പണമാണ് ഈ 2,24,325 രൂപ. അത് കവർന്ന് പ്രതി മുങ്ങുകയായിരുന്നു. ഇതിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിൽ പണം നഷ്ടമായി എന്ന് സ്ഥിരീകരിച്ച സ്ഥാപന ഉടമകൾ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ മാസങ്ങളായി, മാർച്ചിലുണ്ടായ സംഭവമാണ്, മാസങ്ങളായി അന്വേഷണം നടത്തി വരികയാണ്. ഇതിനിടയിൽ മറ്റൊരു കേസിൽ തിരുവനന്തപുരത്ത് ഈ രാജേഷ് കുമാർ പിടിയിലായി, പോലീസിന്റെ പിടിയിലായി. അവിടെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കൊപ്പത്തെ മോഷണവിവരവും ഈ രാജേഷ് കുമാർ പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് തിരുവനന്തപുരം പോലീസ് കൊപ്പത്തെ പോലീസെ ബന്ധപ്പെടുകയും കൊപ്പം പോലീസ് തിരുവനന്തപുരത്തെത്തി രാജേഷിനെ കസ്റ്റഡിയെടുത്ത് കൊപ്പത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും വൈകുന്നേരത്തോടുകൂടി രാജേഷ് കുമാറിനെ എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, നാളുകളായി നീണ്ട ഇതാണല്ലോ ഇയാൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സമയം, കാലാവധി എത്രമാത്രമാണ്? കാരണം 2.5 ലക്ഷം രൂപയോളം മോഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത്രയും നാളും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ടാണല്ലോ ആ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇത് മുങ്ങുന്ന സമയത്താണല്ലോ ഇവർ അറിയുന്നത്? അതോ ഇയാൾ ഈ മുങ്ങുന്ന സമയത്താണോ ഇവർ അറിയുന്നത്? അതോ ഈ പണം മോഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇതിന്റെ സൂപ്പർ മാർക്കറ്റിലെ മേധാവികൾ അറിയുകയായിരുന്നു? പക്ഷേ 3 വർഷത്തിലധികം ഈ സ്ഥാപനത്തിൽ ഇദ്ദേഹം ജോലി ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. മോഷണം പെട്ടെന്ന് ഇയാളെ കാണാതെ മുങ്ങിയപ്പോൾ സംശയം തോന്നിയിട്ടാണ് വിശദമായ ജീവനക്കാരെ, സഹപ്രവർത്തകരൊക്കെ സ്ഥാപനത്തിൽ അവരൊക്കെ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനെ സംശയം മുറതെടുത്തത്. തുടർന്ന് സ്ഥാപനം വിശദമായ അന്വേഷണം നടത്തി. പണത്തിന്റെ കണക്കെടുത്തു. ദിവസം നടക്കുന്ന കച്ചവടത്തിന്റെയും CCTV ക്യാമറകൾ, ഇദ്ദേഹം കൗണ്ടറിന്റെ ഭാഗത്തുള്ള CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടർന്നാണ് ഇങ്ങനെ സംശയം തോന്നി കൃത്യമായ കണക്കിലൂടെയാണ് ഇത്ര കൃത്യം കണക്കെത്തി 2,24,325 രൂപ. ഒരു റൗണ്ട് ഫിഗർ എന്നല്ല, കൃത്യമായ ഒരു കണക്കാണ് ഈ സ്ഥാപന ഉടമകൾ പരാതിയിൽ പറയുന്നത്. അത് ഈ CCTV കേന്ദ്രീകരിച്ചും കൃത്യമായ കണക്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ആണ് സ്ഥാപനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് ഇവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് അന്വേഷണം നടത്തിയത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ, അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലുണ്ട് രാജേഷ്. കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് വീണ്ടും ആവശ്യമെങ്കിൽ കസ്റ്റഡി എടുക്കുമെന്നാണ് പോലീസ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് രാജേഷ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.